ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇയും വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. നമ്മുടെ ഫിഗറിലേക്ക് ശ്രദ്ധിക്കുക. ഒരു പോസിറ്റീവ് ചാർജിനെ ഞാൻ ഒ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിന്റുകളാണ് എയും ബിയും. ആ എയും ബിയും തമ്മിലുള്ള അകലം ഡി ആർ ആണ്. എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ ഞാൻ വി എന്ന് കൊടുത്തു. ആ ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ വി ബി ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടുത്തെ പൊട്ടൻഷ്യൽ ചാർജിനടുത്തായതുകൊണ്ട് കൂടുതലാണ്. അതിന് ഞാൻ വി പ്ലസ് ഡി വി എന്ന് കൊടുത്തു. ഓക്കെ, നമ്മുടെ പോസിറ്റീവ് ചാർജ് എയിലുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ദിശ നമ്മൾ ഡയറക്ഷൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ എയിൽ ഒരു ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവച്ചാൽ അതിലെന്തുണ്ടാകും, ഫോഴ്സ് ഉണ്ടാകും. അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F Q0 × E ആയിരിക്കും. അപ്പോൾ ആ ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ദിശയിൽ മൂവ് ചെയ്യും. എനിക്കതല്ല വേണ്ടത്, ഇലക്ട്രിക് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് F Q0 ആയിരിക്കും. ദ ഫോഴ്സ് required to move the test charge against the field is F Q0E. ഫോഴ്സ് കൊടുത്തു, നമ്മുടെ ചാർജ് ഡി ആർ ദൂരമാണ് സഞ്ചരിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും വർക്ക് കണ്ടെത്താം. നമ്മുടെ ഇക്വേഷൻ്റെ വർക്കിൻ്റെ ബേസ് ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് F.dr എന്നാണ്. ഇവിടുത്തെ ഫോഴ്സ് -QE0E ആണ്, .dr എന്ന് കിട്ടും. ഓക്കെ, ഓൾസോ നമുക്ക് വീണ്ടും കണ്ടെത്താം വേറൊരു ഇക്വേഷൻ. അതായത് പൊട്ടൻഷ്യൽ എന്നാൽ വർക്ക് ബൈ ചാർജാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ടെസ്റ്റ് ചാർജ് ഫ്രം എ ടു ബി എന്ന് പറയുന്നത് വർക്ക് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് എഴുതാം. നമ്മുടെ ചാർജ് Q0 ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് VB - VA ആണ്. ആ VBയും VAയും കൂടെ V പ്ലസ് ഡി വിയിൽ നിന്നും V കുറയ്ക്കുക, ബാക്കി നമുക്ക് ഡി വി എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ എത്ര കിട്ടി, Q0 dV എന്ന് കിട്ടി. രണ്ട് വർക്കിൻ്റെയും ഇക്വേഷൻസ് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ -Q0E.dr എന്ന് പറയുന്ന ബേസിക് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും Q0 × dV. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ Q0യും Q0യും വെട്ടി പോകും. E കണ്ടെത്താം. E ഈസ് ഈക്വൽ ടു -dV/. ഈ dV/dr എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഫിസിക്സിൽ ഒരു ക്വാണ്ടിറ്റിയെ ഡിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിനെ കറസ്പോണ്ടിങ് ഗ്രേഡിയൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ദി നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു -dV/dr. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു ദി നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. സാധാരണയായി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആസ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഗോസസ് തിയറത്തിൽ ഇൻറ്റഗ്രൽ DS പഠിച്ചു. അവിടെ ഒരു ചെറിയ ഏരിയ കൺസിഡർ ചെയ്തിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ അതിനെ സർഫസ് ഇൻറ്റഗ്രൽ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ലെങ്തിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഇൻ്റഗ്രൽ. എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് തന്നാൽ പൊട്ടൻഷ്യൽ കണ്ടെത്താൻ പറഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചു E ഈസ് ഈക്വൽ ടു -dV/dr. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, dV ഈസ് ഈക്വൽ ടു -E.dr എന്ന് കിട്ടും. ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 to V2 dV എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ R1 to R2 E.dr എന്ന് കിട്ടും. അപ്പോൾ അതിൽ വേറെ ഒന്നുമില്ല, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ V കിട്ടും. V ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E.dr. അതിൽ A എന്ന് പറയുന്ന പോയിൻ്റ്, അതായത് R1 എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയും R2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിൻ്റ് എന്താണ് ആറും എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും, P ഈസ് ഈക്വൽ ടു -ഇൻ്റഗ്രൽ ∞ to R E.dr. നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലേ, ചാർജിൽ നിന്നും ആ ഡിസ്റ്റൻസ് അകലത്തിലെ പൊട്ടൻഷ്യലാണ് VR എന്ന് ഉദ്ദേശിക്കുന്നത്. അതെന്ന് പറയുന്നത് -ഇൻ്റഗ്രൽ ഓഫ് E.dr. ആ dr എന്ന് പറയുന്നത് ലെങ്താണ്, നീളമാണ്. ദ നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ്
ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നാണ്. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെറിവേഷൻ എഴുതുക ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. അതിനെ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ ആകും ഡി വി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി ആർ. ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ വി കിട്ടും. വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇതാണ് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ ചോദിക്കുക. നമുക്കിതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ നെഗറ്റീവ് സൈൻ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നതിൻ്റെ ദിശ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ കുറയുന്ന ദിശയിലാണ്, ഡിക്രീസിങ് പൊട്ടൻഷ്യലിൻ്റെ ദിശയിലാണ്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് പെർ മീറ്റർ ആണ്. ഒരു നോൺ യൂണിഫോം ഫീൽഡിനും ഈ റിലേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെറൈവ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി, but electric potential gradient is a vector quantity. Potential gradient എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ആൻഡ് ദെയർ പ്രോപ്പർട്ടീസ്. എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്? ആ പേര് തന്നെയുണ്ട്, ഇക്വിപൊട്ടൻഷ്യൽ, ഈക്വൽ പൊട്ടൻഷ്യൽ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിലെ ഏത് പോയിൻ്റ് എടുത്താലും അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. എനി സർഫസ് ദാറ്റ് ഹാസ് സെയിം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എവരി പോയിൻ്റ് ഓൺ ഇറ്റ് ഈസ് കാൾഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ഈ സർഫസിലെ ഏത് പോയിൻ്റ് എടുത്താലും അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആ സർഫസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് പഠിക്കേണ്ടത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിളാണ്. അതിലൊന്ന് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എടുക്കാം. ആ ഇലക്ട്രിക് ഫീൽഡിലെ 3 പോയിൻറ്റുകളാണ് 1, 2, 3. ആ 1 എന്ന് പറയുന്ന റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ് V1, ആ ഒരു പർട്ടിക്കുലർ സ്പേസിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. 2 V2 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ സ്പേസിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സർഫസ് എല്ലാ പോയിൻറ്റുകളും ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളായിരിക്കും. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് കണ്ടോ, ഒരു പോസിറ്റീവ് ചാർജ്. ആ പോസിറ്റീവ് ചാർജിൽ നിന്നും കണ്ടോ ഓരോ അകലത്തിലായിട്ട് ഓരോ സർക്കിളുകൾ, ഓരോ സ്ഫെറിക്കൽ സർഫസുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ ഓരോ സർഫസുകളും ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളായിരിക്കും. ദാറ്റ് മീൻസ് all the points equidistant from a point charge is an example of equipotential surface. ഒരു ചാർജിൽ നിന്നും തുല്യ അകലത്തിലുള്ള എല്ലാ പോയിന്റുകളും ചേരുന്ന സർഫസ് എന്ന് പറയുന്നത് ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. അടുത്തത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഫോർ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഒരു ഡൈപോൾ എടുത്ത് വെച്ചിരിക്കുക. ആ ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്താൽ കണ്ടോ, ആ ഡൈപോളിൻ്റെ പോസിറ്റീവ് ചാർജ് കണ്ടോ, ആ പോസിറ്റീവ് ചാർജിൽ നിന്ന് നിശ്ചിത അകലത്തിലുള്ള ആ പോയിന്റുകളെല്ലാം ഈക്വൽ പൊട്ടൻഷ്യലാണ്. ആ നെഗറ്റീവ് ചാർജിൽ ആ റെഡ് കളർ വരച്ചിരിക്കുന്ന സർക്കിളുകളിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ്, ആ ഒരു സർഫസ് എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസിന് എക്സാമ്പിൾസ്. നെക്സ്റ്റ് വൺ, ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. No work is done in moving a charge from one point to another on an equipotential surface. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വർക്കിൻ്റെ ആവശ്യമില്ല. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ഓർത്തിരിക്കുക. എന്നാലും ഞാനൊന്ന് ഡിസ്കസ് ചെയ്യാം. വി ബി മൈനസ് വി എ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് WAB/Q0. രണ്ട് സ്ഥലത്തെയും വി എയും വി ബിയും പൊട്ടൻഷ്യൽ സെയിം ആണ് എങ്കിൽ WAB/Q0 = 0. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ടു മൂവ് ദ ചാർജ് ഫ്രം A to B എന്ന് പറയുന്നത് 0 ആകും. നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ടെസ്റ്റ് ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ ഓൺ ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഒൺവേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വർക്കിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ദേ ആർ അറ്റ് സെയിം പൊട്ടൻഷ്യൽ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു അൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്.
എന്താണ് ഇക്വിപ്പറൻറ്റ് സർഫസിൻ്റെ പ്രത്യേകത? അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ പ്രകാരം ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് 0 കിട്ടും. ഇ ഡോട്ട് ഡി എൽ എപ്പോഴാണ് 0 ആകുന്നത്? ഇ ഡി എൽ കോസ് തീറ്റ 0 ആകുന്നു അല്ലേ? കോസ് തീറ്റ 0 ആകുന്നു, തീറ്റ 90 ഡിഗ്രി ആകുന്നു. അതായത് ഇയും ഡി എല്ലും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു എലമെൻറ്റ് ഡി എൽ ഓഫ് ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഇൻഡിക്കേറ്റ്സ് ദ റീജിയൻസ് ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രിക് ഫീൽഡ്സ്. എന്താണ് ഇക്വേഷൻ? ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. അവിടെ നിന്ന് ഡി ആർ കണ്ടെത്തുക, മൈനസ് ഡി വി ബൈ ഇ എന്ന് കിട്ടി. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ പൊട്ടൻഷ്യൽ ഡി വി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെർഫോർ ഡി ആർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/. എന്താ അതിൻ്റെ അർത്ഥം? ഇലക്ട്രിക് ഫീൽഡ് കുറവാണ് എങ്കിൽ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണെങ്കിൽ ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് വളരെ സ്ട്രോങ്ങർ ആണെങ്കിൽ അവിടുത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. എന്നാൽ വീക്കർ ഇലക്ട്രിക് ഫീൽഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള അകലം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, മനസ്സിലായോ? നാലാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് കനോട്ട് ഇൻ്റർസെക്റ്റ്. രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കൂട്ടിമുട്ടുകയില്ല. എന്തുകൊണ്ടാണ്? അങ്ങനെ കൂട്ടിമുട്ടിയാൽ ആ രണ്ട് പോയിൻറ്റുകളിൽ ആ ഒരു പോയിൻറ്റിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് രണ്ട് വിലകളുണ്ടാകും. രണ്ട് വിലകളെന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എന്തായി? ഡിഫറൻ്റായി. ഇഫ് ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദർ വിൽ ബി ടു വാല്യൂസ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിംഗിൾ ചാർജ്. ഒരു ചാർജ് ഒരു പോയിൻ്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവിടെ രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ കൂടി ചേർന്നാൽ അവിടെ രണ്ട് ഡിഫറൻറ്റ് പൊട്ടൻഷ്യൽ വാല്യൂ ഉണ്ടാകും. അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് രണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ് കനോട്ട് ഇൻ്റർസെക്റ്റ്. അടുത്തത് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ്? രണ്ട് ചാർജുകളുണ്ട്, Q1ഉം Q2ഉം. രണ്ടും പോസിറ്റീവ് ചാർജുകളാണ് എങ്കിൽ Q1 Q2വിനെ റിപ്പൽ ചെയ്യും, Q2 Q1 റിപ്പൽ ചെയ്യും. അതിനൊരിക്കലും എയിലും ബിയിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ റീജിയൻ ഉണ്ട് എങ്കിൽ അവിടെ ഇങ്ങനെ റസ്റ്റിലിരിക്കാൻ പറ്റത്തില്ല. പകരം അവ റിപ്പൽ ചെയ്ത് പോകണം. ആ റിപ്പൽഷനെ ഓവർകം ചെയ്യാൻ കഴിയുമെങ്കിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ അതിനകത്ത് എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ് എന്ന് പറയുന്നത്. അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാം? രണ്ട് ചാർജുകൾ ഇൻഫിനിറ്റി സെപ്പറേഷനിലിരിക്കുകയായിരുന്നു. ഒന്നാമത്തെ ചാർജ് എയിലും രണ്ടാമത്തെ ചാർജ് Q2 ഇൻഫിനിറ്റിയിലുമായിരുന്നെങ്കിൽ അവർ തമ്മിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷനും ഒന്നുമില്ല. എന്നാൽ ഇപ്പോൾ അവ ഇരിക്കുന്നത് എയും ബിയും പരസ്പരം അവയ്ക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡിനകത്താണ്. അപ്പോൾ എന്താണ്? രണ്ട് ചാർജുകളെ അവയുടെ റെസ്പെക്റ്റീവ് പൊസിഷൻ, റെസ്പെക്റ്റീവ് ലൊക്കേഷൻസിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യണമെങ്കിൽ വർക്ക് ഹാസ് ടു ബി ഡൺ, പ്രവൃത്തി ചെയ്യണം. ആ വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ അസംബ്ലിങ് ദ സിസ്റ്റം ഓഫ് ചാർജസ് അറ്റ് ദ ഗിവൺ പൊസിഷൻ ഫ്രം ഇൻഫിനിറ്റ് സെപ്പറേഷൻ. മനസ്സിലായോ? Q1 ചാർജ് എയിലായിരുന്നു, Q2 ഇൻഫിനിറ്റിയിലായിരിക്കുന്നു. ആ Q2 ചാർജിന് ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്ത് ബിയിൽ കൊണ്ടുവച്ചു. ഓക്കെ, ഞാൻ ചെയ്ത ആ വർക്ക് അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജിയായിട്ട് സ്റ്റോർ ചെയ്തു. ആ എനർജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? അത് റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർകം ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ അസംബ്ലിങ് ദ സിസ്റ്റം ഓഫ് ടു ചാർജസ് അറ്റ് ദ ഗിവൺ പൊസിഷൻ ഫ്രം ഇൻഫിനിറ്റ് സെപ്പറേഷൻ. നമുക്കതിൻ്റെ ഉത്തരം ഡിറൈവ് ചെയ്യാം. ഞാൻ Q1 ചാർജിനെ എയിൽ വെച്ചു. അവിടെ നിന്നും R ഡിസ്റ്റൻസ് അകലത്തിലുള്ള അല്ലെങ്കിൽ R12 ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിൻ്റാണ് ബി. Q1 ചാർജ് ബിയിലുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ബി ഡ്യൂ ടു ദ ചാർജ് Q1 നമ്മൾ പഠിച്ചു. ഒരു ചാർജിൽ നിന്നും R ഡിസ്റ്റൻസ് അകലത്തിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? V is equal to 1/4πε0 Q1/R12. ഇനി എന്താണ്? Q2 ചാർജിനെ ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്ന് അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റിൽ Q2 ചാർജിനെ വെച്ച് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ
ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ബി എന്നാണ്. ഞാനെന്ത് ചെയ്തു, Q2 ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ബിയിൽ കൊണ്ടുവച്ചു എങ്കിൽ ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ ചാർജ് Q2 ഫ്രം ഇൻഫിനിറ്റി ടു ബി എന്ന് പറയുന്നത് വർക്കിൻ്റെ ഇക്വേഷൻ എത്രയാണ്? പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് എന്നാണ്. ആ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എത്രയാണ്? അതായത് V ഇൻറ്റു Q2. V എന്ന് പറയുന്നത് 1/4πε0 Q1/R12 ഇൻറ്റു Q2. അതായത് ഉത്തരം എത്ര കിട്ടി? 1/4πε0 Q1 Q2/R12. This is the potential energy of a system of two charges. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 3 ചാർജസ് കണ്ടെത്താം. കണ്ടോ, Q1 Q2 Q3 എന്ന് പറയുന്ന 3 ചാർജുകളെ R13 R12 R23 വേണമെങ്കിൽ 32 എന്ന് വേണമെങ്കിലും എടുക്കാം. R23 ആഗ്രഹത്തിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഒരേ സമയം ഏതെങ്കിലും 2 ചാർജുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി മാത്രമേ കണ്ടെത്താൻ പറ്റൂ. തൊട്ട് മുൻപിൽ പഠിച്ച കണ്ടീഷൻ പ്രകാരം എത്രയാണ് നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് തന്നെ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് ഏതെങ്കിലും 2 പേർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്തുക, ടോട്ടൽ കണ്ടെത്താൻ എല്ലാം കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എവരി പെയർ ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ദെൻ ആഡഡ് അൾജിബ്രൈക്കലി. ഓക്കെ, അപ്പോൾ കണ്ടെത്താൻ ടോട്ടൽ U എത്രയാണ്? U12 പ്ലസ് U23 പ്ലസ് U13 എത്രയാണ്? U12 1/4πε0 Q1 Q2/R12 പ്ലസ് 1/4πε0 Q2 Q3/R23 1/4πε0 Q1 Q3/R13 1/4πε0 കോമൺ ആക്കി എടുത്താൽ Q1 Q2/R12 പ്ലസ് Q2 Q3/R23 പ്ലസ് Q1 Q3/R13 എന്ന് എഴുതാം. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആൾജിബ്രായിക് അഡീഷൻ. ഓരോ പേരുകളായിട്ട് പൊട്ടൻഷ്യൽ എനർജി തൊട്ട് മുൻപിൽ നമ്മൾ ചെയ്ത ഡെറിവേഷൻ പോലെ കണ്ടെത്തുക. അതെല്ലാം കൂടി ആൾജിബ്രായിക്കായിട്ട് ആഡ് ചെയ്താൽ സൈൻ ചേർക്കാതെ എനർജിയാണ്, സ്കെയിലറാണ്. അപ്പോൾ ചുമ്മാ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 3 ചാർജസ് കിട്ടും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് N ചാർജസ്. മൊത്തം N ചാർജസ് വന്നാൽ എന്താ പ്രത്യേകത? നമ്മുടെ ഇക്വേഷൻ പറയുന്നത് U എന്ന് പറയുന്നത് 1/4πε0 Q1 Q2/R12 പ്ലസ് Q2 Q3/R23 പ്ലസ് അങ്ങനെ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് പോകണം. അപ്പോൾ നമുക്കതിനെ ജനറലൈസ് ചെയ്യാം. 1/4πε0 സിഗ്മ ഓൾ പേസ് 1 2 1 3 1 4 2 3 2 4 അങ്ങനെ എല്ലാ പേഴ്സ് QI QJ/RIJ. ആ ഇക്വേഷന് ഞാൻ അടുത്ത മാറ്റം വരുത്തിയപ്പോൾ ഞാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. 1/2 ഇൻറ്റു 1/4πε0 ഡബിൾ സമ്മേഷൻ എടുത്തു. സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N, സിഗ്മ J ഈസ് ഈക്വൽ ടു 1 to N, I ഈസ് നോട്ട് ഈക്വൽ ടു J, QI QJ/R12. അപ്പോൾ നോക്കാം എന്താണ് പ്രത്യേകം നോക്കാം. നമ്മൾ എത്ര കൊടുത്തു? 2 ചാർജുകൾ 1ഉം 2ഉം എടുത്താൽ Iക്ക് 1 കൊടുത്തു. ഇപ്പോൾ J ഒരിക്കലും ഒന്നാകാൻ പാടില്ല, J 2 ആകണം. അതാണ് I ഈസ് നോട്ട് ഈക്വൽ ടു J. അപ്പോൾ നമ്മുടെ ഉത്തരം Q1 Q2 എത്ര കിട്ടി? R12 എന്ന് കിട്ടി. അതേ പേര് തന്നെ നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റും. എത്രയാ? I ഈസ് ഈക്വൽ ടു 2 ആയാൽ J ഈസ് ഈക്വൽ ടു 1 എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? Q2 Q1/R21 എന്ന് കിട്ടും. ഒരേ പേരുകൾ തന്നെ നമ്മൾ 2 തവണ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് Q1 Q2/R12 എന്നും Q2 Q1/R21 അങ്ങനെ 2 കാൽക്കുലേഷൻ വരുമ്പോൾ നമ്മുടെ ആൻസർ ഇരട്ടിക്കും. അതുകൊണ്ടാണ് ഞാൻ അവിടെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് N ചാർജസ്? എന്താണ് ഉത്തരം? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2. എന്തിനാണ് 1/2 എടുത്തത്? ഇത് ഇരട്ടിച്ചാണ് വരും അല്ലേ? 1ഉം 2ഉം 2ഉം 1ഉം വരും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഒരെണ്ണം മതി. അപ്പോൾ 1/2 ഇൻറ്റു 1/4πε0 സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to N, സിഗ്മ J ഈസ് ഈക്വൽ ടു 1 to N, I ഈസ് നോട്ട് ഈക്വൽ ടു J. മനസ്സിലായല്ലോ? ബാക്കിയുള്ളത് QI QJ/R1J. മനസ്സിലായോ? അപ്പോൾ ഡബിൾ സമ്മേഷൻ കാരണം ഓരോ പേരും 2 തവണ വരും. ആ ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടിയാണ്, ടു അവോയ്ഡ് ദീസ് ഫാക്ടർ 1/2 ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. അതുകൊണ്ടാണ് ആ ഇക്വേഷനകത്ത് നമ്മൾ 1/2 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദിസ് ഈസ് ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 ചാർജസ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷനിൽ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞപ്പോൾ Q1 ചാർജിനെ നമ്മൾ കൊണ്ടുവച്ചു. ആ ഫീൽഡിലേക്ക് Q2 ചാർജിനെ കൊണ്ടുവരികയാണ് ചെയ്തത്. ഇവിടുത്തെ കൺസെപ്റ്റിൽ
നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന് കാരണമായ ചാർജ് സോഴ്സ് ഏതാണെന്ന് നമുക്കറിയില്ല. ഒരു സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡുണ്ട്, ആ ഇലക്ട്രിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ഇത്രയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ട് ഡെറിവേഷൻസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ബേസ്, രണ്ടാമത്തതാണ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്? ആ ഫിഗറിലേക്ക് നോക്കുക. ഏതോ അൺസ്പെസിഫൈഡ് സോഴ്സ് ഉണ്ടാക്കിയ, ഏത് സോഴ്സാണെന്ന് നമുക്കറിയില്ല, അതുണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആ സർക്കിൾ, അതിലൊരു പോയിൻ്റാണ് O, ആ പോയിൻറ്റിലെ പൊട്ടൻഷ്യലാണ് V. കൺസിഡർ എ പോയിൻ്റ് O ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ അൺസ്പെസിഫൈഡ് സോഴ്സ്, ലെറ്റ് V ബി ദ പൊട്ടൻഷ്യൽ അറ്റ് O. ഇപ്പോൾ അവിടെ Q എന്ന് പറയുന്നൊരു ചാർജിനെ ഞാൻ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പോൾ ആ ചാർജിനെ ഞാൻ ഇൻഫിനിറ്റിയിൽ നിന്നുമാണ് അവിടെ കൊണ്ടുവച്ചത് എന്നാണ് നമ്മളുടെ ഡെഫിനിഷൻ പറയുന്നത്, അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റിൽ Q1 ചാർജ് ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് B, അവിടെ നമ്മൾ Q2 ചാർജിനെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ഏതോ സോഴ്സ് കാരണം, ഏതോ ചാർജ് ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, വേറൊരു ചാർജിനെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ദ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ ചാർജ് Q ഫ്രം ഇൻഫിനിറ്റി ടു O എന്ന് പറയുന്നത്, ആ ഡെഫിനിഷൻ പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു V ഇൻറ്റു Q എന്നാണ്, അല്ലേ? പൊട്ടൻഷ്യൽ എന്നാൽ വർക്ക് ബൈ ചാർജാണ്. അപ്പോൾ വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് ദ ചാർജ് Q ഫ്രം ഇൻഫിനിറ്റി ടു O എന്ന് പറയുന്നത് W ഈസ് ഈക്വൽ ടു V ഇൻറ്റു Q ആണ്. ഈ ചെയ്ത വർക്ക് ഡൺ, ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ്. പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ U കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദെയർഫോർ U ഈസ് ഈക്വൽ ടു V ഇൻറ്റു Q. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ ഏതോ ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിൻറ്റിലെ പൊട്ടൻഷ്യലിൻ്റെ വിലയാണ് V. ഓക്കെ, അവിടെ ഞാൻ ഒരു ചാർജിനെ കൊണ്ടുവയ്ക്കണമെങ്കിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ബേസായിട്ട് പറയുമ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഞാൻ Q ചാർജിനെ Oയിൽ കൊണ്ടുവച്ചു. അങ്ങനെ Q ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും O എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ടുവയ്ക്കാൻ ആവശ്യമായ വർക്ക് ഡൺ V ഇൻറ്റു Q ആണ്. അത് പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്തു. ദിസ് ഇസ് ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിംഗിൾ ചാർജ് ഇൻ ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അടുത്ത ഡെറിവേഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. ഇവിടെ നേരത്തെ പഠിച്ചതുപോലെ ഏതോ ഒരു അൺസ്പെസിഫൈഡ് സോഴ്സ്, ഒരു ചാർജാകാം, ഒന്നിലധികം ചാർജുകളാകാം, അത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലെ രണ്ട് പോയിൻറ്റുകളാണ് 1ഉം 2ഉം. ഒന്നിലെ പൊട്ടൻഷ്യൽ V1 ആണ്, രണ്ടിലെ പൊട്ടൻഷ്യൽ V2 ആണ്. അപ്പോൾ കൺസിഡർ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ അൺസ്പെസിഫൈഡ് സോഴ്സ്. Let 1 and 2 be the points in the field and V1 and V2 be the potential at this point. ഞാൻ എന്ത് ചെയ്തു, Q1 ചാർജിനെ ഇപ്പോൾ V1 കൊണ്ട് വെച്ചു. അപ്പോൾ എന്താ നമ്മൾ പറയുന്നത്, അവിടെ ഓൾറെഡി പൊട്ടൻഷ്യൽ ഉണ്ട്, ആ ചാർജിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷനെ ഓവർകം ചെയ്ത് Q1 അവിടെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. ദ വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ചാർജ് Q1 ഫ്രം ഇൻഫിനിറ്റി ടു 1, അത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ പറയാം പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ് Q1 ഇൻ ദ എക്സ്റ്റേണൽ ഫീൽഡ് എത്ര? തൊട്ട് മുൻപിൽ നമ്മൾ പഠിച്ചു, എത്രയാണ്? U1 ഈസ് ഈക്വൽ ടു V1 Q1. അതുപോലെ ഇൻഫിനിറ്റിയിൽ നിന്നും Q2 ചാർജിനെ ഞാൻ എവിടെ കൊണ്ടുവച്ചു? രണ്ടാമത്തെ പോയിന്റ് കൊണ്ടുവച്ചു. അവിടെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു, അല്ല, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ Q2 ചാർജിൽ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ചാർജ് Q2 ഇൻ ദ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് U2 എന്ന് പറയുന്നത് V2 Q2 ആണ്. അപ്പോൾ ഇതുകൂടാതെ ഇനി Q1 ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡുണ്ട്, Q2 ചാർജിൻ്റെ ഫീൽഡുണ്ട്. ആ ഫീൽഡുകൾ തമ്മിൽ റിപ്പൽ ചെയ്യാം. ആ റിപ്പൽഷനെയും ഓവർകം ചെയ്ത് ആ രണ്ട് ചാർജുകൾ അവിടെ ഇരിക്കുകയാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം ദ പൊട്ടൻഷ്യൽ എനർജി ബിറ്റ്വീൻ ദ സിസ്റ്റം ഓഫ് ടു ചാർജസ് Q1 ആൻഡ് Q2 ഡ്യൂ ടു ദ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദം ഈക്വൽ ടു U12, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 Q1 Q2 R12. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് ഇല്ലായിരുന്നുവെങ്കിൽ Q1നും Q2നും ഇടയിലുണ്ടായ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ച 1/4πε0 Q1 Q2 R12 ആണ്. അപ്പോൾ ഇവിടെ 3 പൊട്ടൻഷ്യൽ എനർജിയുണ്ട്. ഒന്നാമത്തെ പോയിന്റിൽ V1 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ Q1നെ ചാർജിനെ കൊണ്ട് വെച്ചപ്പോൾ അതിൽ സ്റ്റോർ ചെയ്ത എനർജിയാണ് V1 Q1. അടുത്തത് രണ്ടാമത്തെ പോയിന്റിൽ V2 പൊട്ടൻഷ്യൽ Q2 ചാർജിനെ കൊണ്ടുവച്ചപ്പോൾ ഉണ്ടായ പൊട്ടൻഷ്യലാണ് V2 Q2. ഇനി Q1നും Q2വും അവിടെ റെസ്പെക്റ്റീവ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു. അവയുടെ ഫീൽഡുകൾക്കിടയിൽ ഉണ്ടായ പൊട്ടൻഷ്യൽ എനർജിയാണ് 1/4πε0 Q1 Q2 R12. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്താൻ എന്താണ്,
ഇതൊരു പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. According to superposition principle, the total potential energy of the system of two charges in an external field is U is equal to U1 plus U2 plus U12. That is equal to V1 Q1 plus V2 Q2 plus 1 by 4 pi epsilon 0 Q1 Q2 by R12. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് ഇത്. ഓർത്തിരിക്കുക, നമ്മൾ ഈ പഠിച്ച രണ്ടും ഒരേ കൺസെപ്റ്റുകളാണ്. ആദ്യം പഠിച്ച കൺസെപ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ്. അവിടുത്തെ പ്രത്യേകത 2 ചാർജേ ഉള്ളൂ, ആ 2 ചാർജുകൾക്കിടയിലുള്ള ഫീൽഡ്. ഓക്കെ, പിന്നെ 3 ചാർജസ് പഠിച്ചു, അതുപോലെ n ചാർജസ് പഠിച്ചു. ഇനി രണ്ടാമത്തെ കണ്ടീഷനിൽ നമുക്ക് സോഴ്സ് അറിയില്ല, ഏത് ചാർജാണ് ഫീൽഡ് ഉണ്ടാക്കിയതെന്ന് അറിയില്ല. ആ ഫീൽഡിൽ വേറെ ചാർജിനെ കൊണ്ടുവയ്ക്കണം. അതിനാവശ്യമായ വർക്ക് ഡൺ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് ബേസ് ഇക്വേഷനെ കൊടുക്കാൻ പറ്റൂ. അത് V1 Q1 എന്ന് പറയുന്ന അല്ലെങ്കിൽ VQ എന്ന് പറയുന്ന ബേസ് ഫോമേ കൊടുക്കാൻ പറ്റൂ. 2 ചാർജുകൾ വന്നാലേ 1 by 4 pi epsilon 0 Q1 Q2 by R12 എന്ന് കൊടുക്കാൻ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, നിങ്ങളത് ശ്രദ്ധാപൂർവം കാണുക. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ തൽക്കാലം നമുക്ക് പിരിയാം. ഓക്കെ, ബൈ.